ഇപ്പൊ ഈ ട്രോളുകളുടെ കാലഘട്ടമാണല്ലോ. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് നമ്മൾ ഈ പാട്ടുകാർ അല്ലെങ്കിൽ കലാകാരുടെ ഇടയിൽ ആദ്യം തുടങ്ങി വെച്ചത് ജയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ട് ഒരുപാട് പേരുടെ, ഞാനൊക്കെ ഇതില് എന്താ പറയാ പെട്ടുപോയ ഒരാളാണ്. ഈ ഞാന് അത് ഈ ഇലക്ട്രോണിക്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ തന്നെ ഒരെണ്ണം മേടിച്ചു വെച്ചു 96 കാലഘട്ടങ്ങളിൽ. പിന്നെ പുതിയ പുതിയ മോഡൽസ് അന്ന് ഇപ്പം ഇല്ല, അന്ന് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്റ്റുഡിയോയിലൊക്കെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അടുത്തൊന്ന് ഇരിക്കുക, ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ജയേട്ടൻ്റെ അടുത്ത് ചിറ്റൂർ ഗോപിച്ചേട്ടൻ ഭയങ്കര ബന്ധമാണ്, ലിറിക്സിസ്റ്റ് ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഗോപിച്ചേട്ടൻ അവരുടെ ബന്ധം വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിരിയേറ്റിരിക്കുന്ന രീതിയിൽ സംസാരിക്കും. അപ്പോൾ അറിഞ്ഞില്ലേ ചേട്ടാ, ബിജു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു അവനിപ്പോ സ്റ്റുഡിയോയിൽ തോക്കും കൊണ്ടാ വരണേന്ന്. ഞാൻ അറിഞ്ഞു വലിയ മൊബൈൽ തോക്കും കൊണ്ടാ വരണേന്ന്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മൾക്ക് ജയേട്ടന് ദേഷ്യം തോന്നില്ല. അങ്ങനെയൊക്കെ നമ്മുടെ പേര് പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഹാപ്പിയാണ്. എന്നെ ഇതുപോലെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട് ജയേട്ടൻ, കുറെ കളിയാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നെനിക്ക് ഭയങ്കരമായിട്ട് ശരി വന്നു. ചെന്നൈയിലെ ഒരു പരിപാടിക്ക് ഞാനൊരു പിങ്ക് കളർ, ഒരു റോസ് കളർ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ജയേട്ടൻ ഇങ്ങനെ കിട്ടുക, ഇതെന്താ കാവടിക്ക് പോവാ. ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം ഒരുപക്ഷെ മലയാള ഭക്തിഗാന ചരിത്രം എടുക്കുമ്പോൾ ഏറ്റവും പോപ്പുലറായ, ഏറ്റവും സൂപ്പർ ഹിറ്റായ പാട്ടുകൾ, പോപ്പുലർ എന്ന് മാത്രമല്ല അതിൻ്റെ പാട്ടുകളുടെ നിലവാരം നോക്കുമ്പോഴും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ബെറ്റർ. ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ച് ജയേട്ടൻ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ജയേട്ടൻ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കേശവൻ നമ്പൂതിരി അദ്ദേഹമായിട്ട് ചെന്നൈയിൽ പോയി. അന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോ മ്യൂസീഷ്യൻസ് യൂണിയൻ്റെ സമരമോ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ ഒരു പ്രതീക്ഷിച്ച ദിവസം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ നല്ല മ്യൂസീഷ്യൻസിനെയും ഫസ്റ്റ് ലെയർ മ്യൂസീഷ്യൻസിനെ കിട്ടുന്നില്ല. അങ്ങനെ ആരെയൊക്കെ കുറച്ച് പേരെ സംഘടിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോഴേക്കും ഈ കേശവൻ നമ്പൂതിരി സാറിന് വലിയ ടെൻഷനായി. കാര്യം അദ്ദേഹം അതിനു മുമ്പ് ചെന്നൈയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടില്ല. ആകാശവാണിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന് ജോലി. അപ്പോൾ ഇങ്ങനെ ടെൻഷനിലിരിക്കുമ്പോഴും ജയേട്ടനാണ് കോൺഫിഡൻസ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഇത് 5-6 മണിക്കൂർ കൊണ്ടാണ് ഈ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കേൾക്കുന്നത് പല പാട്ടുകളും അദ്ദേഹം ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ, വിത്ത് ഓർക്കസ്ട്ര. അന്ന് മൾട്ടി ട്രാക്ക് പരിപാടികളൊന്നുമല്ല, വിത്ത് ഓർക്കസ്ട്ര സിംഗിൾ ടേക്ക് പാടിയ 10 പാട്ടുകളാണ്. അതിലെ ഭൂരിഭാഗം പാട്ടുകൾ ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ. അങ്ങനെ പാടിയതാണ് നമ്മളിപ്പോൾ കേട്ട് വിസ്മയിച്ച് അതിൻ്റെ ഒരു 40% പാടാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാട്ടുകളാണ്. അതെ, നമ്മൾ ഇനി ജയേട്ടന്റെ ഓർമ്മകളുമായി എത്തുന്നത്, ജയേട്ടൻ ഒരുപാട് മികച്ച പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കഥയെ മമ, കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ടോ തുടങ്ങി ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ ബിജിപാൽ. ജയേട്ടനെ കുറിച്ച്, ജയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഊഷ്മളമായ ഓർമ്മകൾ എനിക്കുണ്ട്. ഒരിക്കൽ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വരികയാണ് അദ്ദേഹത്തിൻ്റെ. ബിജി തിരക്കാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. തിരക്ക് ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് BTH വരൂ എന്ന് പറഞ്ഞു. BTH അദ്ദേഹം ഉണ്ടായിരുന്നു. BTH ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെറുതായിട്ട് വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ പത്രം എടുത്തു കാണിച്ചു. ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതിയൊരു ലേഖനം അന്നപൂർണാദേവി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ കുറിച്ചുള്ളൊരു ലേഖനമാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം ഇമോഷണലായിട്ട് കരയുകയാണ്. അപ്പോൾ വിജയ് ഇത് കണ്ടോ, ഒരു സംഗീതജ്ഞയുടെ ജീവിതം, ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു ചേട്ടനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന, അതായത് സംഗീതജ്ഞരോടും പ്യുവർ സംഗീതത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ ആരാധന പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അദ്ദേഹം പാട്ടിനെ പ്രേമിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കധികം ഉള്ളിലെടുത്താണ് അദ്ദേഹം പല പാട്ടുകളും കേൾക്കുകയും പഠിക്കുകയോ ചെയ്യുന്നത്. കാണാപ്പാടം പഠിക്കും. അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് ബിജി വർക്കില്ലല്ലോ, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് വിടുകയാണ്. ഒരു 10-15 മിനിറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാട്ടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആലാപനത്തെക്കുറിച്ച് ഒരു പക്ഷേ അതിൻ്റെ ഇൻട്രിക്കസിയെക്കുറിച്ച്, ന്യൂവാൻസസിനെ കുറിച്ച് ഒരുപാട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ജയേട്ടൻ്റെ ഒരു എക്സ് ഫാക്ടർ, എന്താണ്
മറ്റു പാട്ടുകാർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിജി ചേട്ടൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബിജി ചേട്ടൻ്റെ ഒരു പാട്ടിൻ്റെ 2 വരി കേട്ടാൽ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. രാജീവ് ഇവിടെ ഇരിക്കുകയല്ലേ? അതെ അതെ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. ആ. ഓ